പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടിക്കൊണ്ടുള്ള സർക്കാരിന്റെ അപേക്ഷയിൽ തിങ്കളാഴ്ച വിധി വരും. കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിയുടെ അപ്പീലും ഹൈക്കോടതി വിധി പറയും. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ ചേരുന്നു. ശ്രീകാന്ത്, ഇത്തരത്തിലുള്ള ഹർജിയുടെ പശ്ചാത്തലം എന്താണ്? ഇക്കഴിഞ്ഞ 2017 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജിഷ വധക്കേസിൽ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത്. പക്ഷേ ഈ വധശിക്ഷ നടപ്പാക്കണമെങ്കിൽ നിയമപ്രകാരം ഹൈക്കോടതി ഇത് ശരിവെക്കേണ്ടതുണ്ട്. ആ നടപടിയാണ് ഹൈക്കോടതിയിൽ നടക്കാൻ പോകുന്നത്. വധശിക്ഷ നടപ്പാക്കുന്നതിന് അനുമതി നൽകണം എന്ന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നു. അത് ഡിവിഷൻ ബെഞ്ച് വിശദമായ വാദം കേട്ടു. ഇതിനിടെ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിയുടെ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. ഇതിലും വാദം നടക്കുകയും ചെയ്തു. ഇതിൽ വിധി പറയാൻ പോകുന്നത് ഡിവിഷൻ ബെഞ്ചാണ്. അതിൽ നേരത്തെ തന്നെ ഈ കേസിൽ വാദം പൂർത്തിയായി വിധി പറയുന്നതിന് മാറ്റുകയും ചെയ്തു. 2016 ഏപ്രിൽ 28-നായിരുന്നു നിയമ വിദ്യാർത്ഥിനിയായ ജിഷയെ പെരുമ്പാവൂരിലെ വീട്ടിൽ വെച്ച് അമീറുൽ ഇസ്ലാം ക്രൂരമായി കൊലപ്പെടുത്തിയത്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശം.